കേരള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 3:15 ഫ്ലൈറ്റിൽ പുറപ്പെടുകയാണ്. ദീപാദാസ് മുൻഷിക്കൊപ്പം KPCC വർക്കിംഗ് പ്രസിഡന്റുമാരും കേരളത്തിലേക്ക് പുറപ്പെടുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ബാലഗോപാൽ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അതായത് ഒരു തീരുമാനമെടുത്താൽ ഇവിടെ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയാക്കാൻ സമമായ ഫോർമുലയുമായി ദീപാദാസ് മുൻഷി കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഈ യാത്ര എന്നുള്ളതാണ് അറിയേണ്ടത്. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇനി കേരളത്തിൽ വെച്ചൊരു ചർച്ച ഉണ്ടാകുമോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് പോകുന്നത്. വൈകിട്ട് 3:45 ഡൽഹിയിൽ നിന്ന് തിരിക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ദീപാദാസ് മുൻഷിയും കേരളത്തിലേക്ക് പോകുന്നത്. അതായത് 6:30 മണിയോടുകൂടി ദീപാദാസ് മുൻഷി കേരളത്തിൽ എത്തുന്നതായിരിക്കും. ഇതേ വിമാനത്തിൽ തന്നെ 3 KPCCയുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, അതായത് AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, ഈ 3 പേരും ഇതേ വിമാനത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഏതായാലും ദീപാദാസ് മുൻഷിയുടെ ഈ കേരളത്തിലേക്കുള്ള സന്ദർശനം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ലഭിക്കുന്ന അനൗദ്യോഗികമായ ഈ വിവരമനുസരിച്ച് മുസ്ലിം ലീഗുമായി ദീപാദാസ് മുൻഷി നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തേക്ക് പോകുന്നതെന്ന കാര്യം വ്യക്തമല്ല. അവർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. വൈകിട്ട് 6:30 മണിയോടുകൂടി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഒരു ചർച്ച നേതാക്കൾ, പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ഇനി ഒരു ചർച്ചയുണ്ടാകുമോ, അതോ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള നേതാക്കളെ അനുനയിപ്പിക്കാൻ കൂടെ നിർത്താൻ വേണ്ടിയാണോ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വന്നത്? അത് മാത്രമാണ് അറിയേണ്ടത്.